ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളി സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അത് വളരെ പെട്ടെന്നായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ ഹൽവയിലുണ്ടല്ലോ അതുപോലെ ഉണ്ടാവും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു കപ്പ് ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇതേ അളവിൽ തന്നെ ഒരു കപ്പ് ചോറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന ചോറൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ല ടേസ്റ്റിൽ അടിപൊളി സ്നാക്ക് നമുക്ക് കിട്ടും. ഇതിലേക്ക് 2-3 ഏലക്കായ, ഒരു 1/4 ടീസ്പൂൺ ജീരകവും, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ പഞ്ചസാരയും, നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് 2-3 വെള്ളം ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി കിട്ടിയ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ. ഇത് ആവശ്യമുള്ള നമ്മളെ മാവ് ഈ ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ കാഷ്യൂ നട്ട്സിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് രണ്ടും വരുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സമയമായാൽ മാത്രമേ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ മാവ് ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഓരോന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു വിരൽ വെച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.